ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണിക്കൊപ്പമാണ്. തിരുവല്ലയിൽ വലിയ ഒരു പോരാട്ടത്തിനൊടുവിൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നു. വളരെ അൺഫോർച്ചുനേറ്റ് ഒരു റിസൾട്ടാണ് താങ്കൾക്ക് അവിടെ ഉണ്ടായത്. ഇതെന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അങ്ങനൊരു വലിയ അൺഫോർച്യുനേറ്റ് ഞാൻ പറയത്തില്ല. പൊരുതി തോറ്റു എന്നുള്ളൊരു വാസ്തവമാണ്. എന്നിരുന്നാൽ പോലും തിരുവല്ല എന്ന് പറയുന്ന മണ്ഡലം നമുക്കറിയാം, അങ്ങനെ ബി.ജെ.പി സ്ഥിരമായി ഒരു എ കാറ്റഗറിയിലോ അല്ലെങ്കിൽ റീച്ച് ഔട്ടുള്ള അങ്ങനൊരു മണ്ഡലമല്ല തിരുവല്ല. അങ്ങനൊരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് 22,000 വോട്ടാണ് അവിടെ കിട്ടിയത്. 17-16% വോട്ട്. അതിൽ നിന്ന് 30% കടക്കുകയും രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു വളർച്ചയാണ്. ഒന്ന്. രണ്ട്, ഒരു എന്താ പറയുക, പത്തനംതിട്ടയിൽ പ്രത്യേകിച്ച് തിരുവല്ല എന്നൊക്കെ പറയുമ്പം ഒരു 45% ക്രൈസ്തവരൊക്കെ ഉള്ള ഒരു അത്യാവശ്യം ഒരു UDF സ്വഭാവമൊക്കെ ഉള്ളൊരു മണ്ഡലമാണ്. അവിടെ ജനങ്ങൾ ഇത്രയും വലിയൊരു UDFന് അനുകൂലമായ ഒരു ഇതുണ്ടാകുമ്പോൾ, ഒരു വിധിയെഴുത്തുണ്ടാകുമ്പോൾ, എന്തുകൊണ്ട് വൈ നോട്ട് NDA, വൈ നോട്ട് അനൂപ് ആൻ്റണി എന്നുള്ളൊരു ഒരു ഓപ്ഷൻ അവർ ചിന്തിച്ചല്ലോ. അത് ഒരു എന്താ പറയുന്നത്, അതൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുകയാണ്. ഒപ്പം അവിടുത്തെ ജനങ്ങളുടെ ഒരു സ്നേഹവും പിന്തുണ, അതൊരു വലിയൊരു ഭാഗ്യമായിട്ടും ഒരു എന്താ പറയുന്നത്, ഒരു വലിയ അധ്വാനത്തിൻ്റെ ഫലമായിട്ടും ഞാൻ കരുതുകയാണ്. ഈ ബി.ജെ.പി ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഈ FCRയുമായി ബന്ധപ്പെട്ടും ഇലക്ഷൻ ശേഷവും പോളിംഗിന് ശേഷവും ഒക്കെ തന്നെ ഈ PC ജോർജ്, ഷോൺ ജോർജ് ഒക്കെ നടത്തിയ പ്രതികരണം അത് എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് അത് ഗുണകരമാണോ? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് തിരുവല്ലയുടെ സാഹചര്യം വെച്ച് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. തിരുവല്ലയിൽ കാര്യങ്ങൾ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഞങ്ങൾക്ക് തിരുവല്ലയിൽ ഇല്ല, സത്യം പറഞ്ഞാൽ. ഒന്ന്, FCR ആ രീതിയിൽ വലിയൊരു തെറ്റിദ്ധാരണ പരത്താൻ തിരുവല്ലയിൽ അങ്ങനെ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട്, ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തിരുവല്ലയിൽ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ ഒരു അത്യാവശ്യം വോട്ട് ഷെയർ നോക്കുമ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും. ഞങ്ങളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വിന്നബിലിറ്റി ഒരു ഫാക്ടറാണ്. ആ വിന്നബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ ഉള്ളപ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വിന്നബിലിറ്റി എന്നുള്ള ഫാക്ടർക്ക് അത് ഹിന്ദുവിനും ബാധകമാണ്, ക്രൈസ്തവനും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഫാക്ടർ എനിക്കവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരിക്കണമല്ലോ എനിക്ക് രണ്ടാം സ്ഥാനത്ത്, അതും പ്രത്യേകിച്ച് ഒരു ആൻറ്റി ഇൻക്യുംബൻസി വേവിൽ എനിക്ക് രണ്ടാം സ്ഥാനം വളരെ ക്ലോസ് മാർജിനിൽ കിട്ടാൻ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അതിനകത്ത് ക്രൈസ്തവരും ഉണ്ടാവും, ഹൈന്ദവരിൽ തന്നെ എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് CPMലൊക്കെ ഉള്ള, CPMന് കാലങ്ങളായി വോട്ട് ചെയ്യുന്ന ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് പോലും വോട്ട് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ കണക്കൂട്ടൽ. ഈ ഒരു കാൻഡിഡേറ്റ് നിലയിലല്ല, ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഈ PC ജോർജ് അവരൊക്കെ നടത്തിയൊരു ഇടപെടൽ അത് എങ്ങനെ, അതൊരു നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമോ? അത് അല്ല, അവർ അങ്ങനെ ഇടപെടലെന്ന് ഉദ്ദേശിക്കുന്നത് FCRയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സഭകളെ വെല്ലുവിളിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ സഭാ നേതൃത്വത്തെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ മീഡിയാസിനെ, അതൊക്കെ എങ്ങനെയാണ് കാണുന്നത്? BJP എന്ന് പറയുന്നൊരു പ്രസ്ഥാനം അങ്ങനെ വെല്ലുവിളിക്കുന്ന പ്രസ്ഥാനമല്ല. ആരെയും അങ്ങനെ വെല്ലുവിളിക്കാനൊന്നും BJP ശ്രമിക്കാറില്ല. എല്ലാവരെയും ചേർത്ത് നിർത്താനും കൂടെ പിടിക്കാനും ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുതന്നെയാണ് BJPയോടൊപ്പം തന്നെ BJPയുടെ ഒരു വലിയ ആശയ കുടുംബമുണ്ടല്ലോ, അവരെല്ലാം ഇങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതും പ്രത്യേകിച്ച് കേരളത്തിൽ ക്രൈസ്തവർ എന്ന് മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾ ആളുകളെയും ചേർത്ത് പിടിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരാഗ്രഹം. അതിനുള്ള ശ്രമങ്ങളാണ് ഇത്രയും വർഷം നടന്നത്. ആ ശ്രമങ്ങൾ തന്നെ മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അല്ലാതെ ആരുമായി ഒരു വഴക്കിന് പോവുകയോ അല്ലെങ്കിൽ ഒരു മൽപ്പിടുത്തത്തിന് പോകണം, അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്കില്ല, വ്യക്തിപരമായിട്ടില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കണം, എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ആ ശൈലി ബി.ജെ.പിയുടെ ഈ പറയുന്ന ഒരു പൊതു സമീപനത്തിന് അനുകൂലമാണോ, എതിരാണോ? നരേന്ദ്രമോദിജിയുടെ ഒരു കാഴ്ചപ്പാട് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നല്ലേ. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാത്ത എത്രയോ വിഭാഗങ്ങളുണ്ട്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത്, ഇപ്പോൾ തമിഴ്നാട് അദ്ദേഹത്തിന് ഒരിക്കലും വലിയൊരു മാൻഡേറ്റ് കിട്ടിയിട്ടുള്ള സ്ഥലമല്ല. പക്ഷേ എന്നും പറഞ്ഞ് തമിഴ്നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്തെല്ലാം ചെയ്യുന്നു, തമിഴ്നാട്ടിലെ ആളുകളെ ചേർത്ത് നിർത്തുന്നു. അങ്ങനെ എത്രയോ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തെല്ലാം ചെയ്യുന്നു. അതെല്ലാം എല്ലാവരും നമുക്ക് വോട്ട് ചെയ്യുമെന്ന് അങ്ങനെ രാഷ്ട്രീയത്തിൽ പാടില്ല. വോട്ട് ചെയ്യുന്നവരെ മാത്രമേ നമ്മൾ ചേർത്ത് പിടിക്കൂ. ആ ഒരു കാഴ്ചപ്പാടിനോട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി മുമ്പോട്ട് വെക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന ആ ഒരു ആശയത്തിനകത്ത് അത് വരുന്നില്ല. ഈ അവസാനമായിട്ട് അപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു ശൈലി, ഒരു ആക്രമണോത്സുക ശൈലി ആശാസ്യമല്ല എന്നാണോ പറയുന്നത്? അല്ല, ഒരു കോൺട്രവേഴ്സി ആക്കാനുള്ള ചോദ്യങ്ങളാണോ ഈ ചോദിക്കുന്നത്? കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ കൃത്യമായിട്ട് എൻ്റെ നിലപാടാണ് പറഞ്ഞത്. കാരണം ഞങ്ങളുടെ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന ആശയം സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന നരേന്ദ്രമോദി മുമ്പോട്ട് വെച്ചിട്ടുള്ള ആശയമാണ്. അതിനകത്ത് ഒരു വിഭാഗമോ അല്ലെങ്കിൽ ഒരു സെക്ഷനോ മാത്രമല്ല, എല്ലാവരും ഒപ്പം ഉണ്ടാവണം. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ തിരുവല്ലയിൽ തന്നെ ഞാൻ എല്ലാ വിഭാഗങ്ങളിലേക്കും എനിക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു എന്നുള്ളതിൻ്റെയാണ് എനിക്ക് കിട്ടിയ ഒരു വോട്ട് അംഗീകാരം. അത് ഞാൻ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകും. അത് എല്ലാ വിഭാഗങ്ങളിലേക്കും ഇന്നാളെ എനിക്ക് വോട്ട് തന്നില്ല, അതുകൊണ്ട് ഞാൻ അവരിലേക്ക് പോവില്ല, ആ നിലപാട് എനിക്കില്ല. ഞാൻ എന്തായാലും എല്ലാവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് പ്ലാൻ. അനൂപ് ആൻ്റണിയുടെ നിലപാട് വളരെ കൃത്യമാണ്. ഏതെങ്കിലും വിഭാഗത്തെ വെറുപ്പിക്കുക, ഏതെങ്കിലും വിഭാഗത്തെ ആക്രമിക്കുക, അതൊന്നും തങ്ങളുടെ ശൈലിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മനീഷിനൊപ്പം ശ്രീജിത്ത്, 24.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.